ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആടുകളെ കുളിപ്പിക്കേണ്ട രീതി അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മളെ മാളുവിനെ കുളിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ കുളിപ്പിച്ച അത്ര വൃത്തിയൊന്നും ഇല്ല കേട്ടോ. മതിലിലൊക്കെ പോയി ഒരച്ച് നല്ല ചുവന്ന കളറാക്കിയിട്ടുണ്ട് കേട്ടോ. മണ്ണിൽ കിടന്ന് തൊന്നു എന്ന് വെച്ചാൽ അവിടെ കാലിട്ട് വരക്കണ് ഞാൻ കണ്ടു. പിന്നെ മാളുവിനെ കുളിപ്പിച്ചിട്ട് അവിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലാവിലിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ചെറുതായിട്ടൊക്കെ കൊഴിഞ്ഞു പോയത് അവളെ എടുത്തുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അവൾക്ക് ഒന്നുകിൽ എന്നെ കാണണം അല്ലെങ്കിൽ ഇവളെ കാണണം കേട്ടോ. പിന്നെ കൂട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ അവൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവളെ കാണിക്കാം. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാ മാളു അവിടെ നിന്ന് ഓടി പോന്നിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നല്ല ചൂടല്ലേ, നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വിടുന്നത് നല്ലതുണ്ട്. ഞാൻ വേസ്റ്റ് കത്തിക്കുന്ന കുഴിയാണത്. അപ്പോൾ അതിലങ്ങനെ അവരെ പുല്ലും ചപ്പൊക്കെ കൊണ്ടുപോയി ഇട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാവിലെ ഒക്കെയാണ് കത്തിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ കെട്ടിയതായിരുന്നു. പിന്നെ നമ്മുടെ പൊന്നൂനൊരു ഇതുണ്ട്, സ്വഭാവമുണ്ട്. അവൾക്ക് കടിച്ചിട്ട് വലിക്കും. കെട്ടിയ കയറിൻ്റെ തലപ്പ അവൾ കടിച്ചിട്ട് വലിക്കും. കെട്ടഴിച്ച് പോരുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ. അത് അവൾക്ക് പഠിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അഴിച്ചു പോകുന്നതാണ്. ഞാൻ കുളിപ്പിച്ച് മറ്റേ സൈഡിൽ കെട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും കൂട്ടി കയറിയിട്ട് രണ്ടുപേരും പിടിച്ച് ഇവിടെ കെട്ടിയതാണ്. അപ്പോൾ ഒരാളെ കെട്ടും ഒരാളെ വിടും. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. രണ്ടുപേരും വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഓട്ടമാണ്. അപ്പോൾ ഇവിടെ നിൽപ്പുണ്ടോ, ഏകദേശം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും കൂട്ടി കയറ്റും കേട്ടോ. മാളോ കണ്ടോ, രണ്ടുപേരും അതിലൊക്കെ ഉരച്ചിട്ട് മണ്ണൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കയറെല്ലാം ഊരി ഇട്ടിട്ടുണ്ട്. ഇവളെ കയറെല്ലാം അങ്ങ് പിരി ഉടച്ച് കളയും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരിയുടെ കയറൊന്നും കേടുവരാറില്ല. ഇവരെന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടും, കൂട്ടിൽ എണീറ്റ് നിന്ന് ഇപ്പുറത്തോട്ടും ചാടും. അപ്പോൾ അതിങ്ങനെ പിരിഞ്ഞിട്ട് അത് ഉടഞ്ഞു പോകും കേട്ടോ. പിന്നെ വേറെ കയറ് എടുത്ത് കെട്ടണം. പിന്നെ കുളിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓസ് പിടിച്ചിട്ട് കുളിപ്പിക്കാം. നമ്മുടെ ഇവിടെ ഇപ്പോൾ കനാലിലൊക്കെ വെള്ളം വന്നുകൊണ്ട് കിണറിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറവാണ് വേനൽക്കാലത്ത്. ഇപ്പോൾ കനാലിൽ വന്നപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുളിപ്പിച്ചു ഉണക്കി. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ, നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ഷീണമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വേനൽക്കാലത്ത് ആടുകളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഒരു കുഴപ്പമില്ല കേട്ടോ. തലയിലൂടെ അങ്ങനെ മൂക്കിലോട്ടും ചെവിയിലോട്ടൊന്നും വെള്ളം ഒഴിച്ച് കയറ്റരുത്. എന്ന് വെച്ചാൽ കഴുത്തുനിന്ന് താഴോട്ട് കുളിപ്പിച്ച് മുഖം നമ്മൾ നനച്ച് അങ്ങ് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്